ഈശോയിലെ ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖന ഭാഗത്തിലെ വിശുദ്ധ പൗലോസിലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലുള്ള വായനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. പൗലോസിലെ പറയുകയാണ്, ഭക്ഷണത്തിന്റെ കാര്യത്തില് നിങ്ങൾ ആർക്കും ഇടർച്ച വരുത്തരുതെന്ന് പറയുകയാണ്. അതായത് കുഞ്ഞൊരു കാര്യമാണ്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആർക്കും ഒരു ഇടർച്ച വരുത്തരുത്. അതുപോലെ തന്നെ നിങ്ങളിലെ നന്മ തിന്മയായി ഭവിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ കണക്കാക്കപ്പെടാതിരിക്കട്ടെ എന്നൊക്കെ പൗലോസിലെ അവർ ഉപദേശിക്കുകയാണ്. എന്നിട്ട് പൗലോസിലെ പറയുകയാണ്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ്. നമ്മളൊന്ന് ഓർത്തു വെക്കണം, നല്ലതാണ്. പൗലോസിലെ പറയുകയാണ്, സ്വർഗരാജ്യം എന്നാൽ അല്ലെ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. അത് കുഞ്ഞൊരു കാര്യം മാത്രമാണ്. അതിന്റെ അപ്പുറത്ത് വലിയ കാര്യങ്ങളുണ്ട്. പൗലോസിലെ പറയണം, നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന്റെ പേരില് കിടന്ന് തല്ലുകൂടല്ലേ, അല്ലെ? കുഞ്ഞൊരു ഭക്ഷണ കാര്യത്തിന്റെ പേരില് ഇത് കഴിക്കാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടല്ലേ. ഇതിന്റെ അപ്പുറത്ത് വലിയ കാര്യങ്ങളുണ്ട്. സ്വർഗരാജ്യം എന്നാൽ ഈ ഭക്ഷണവും പാനീയവും ഒന്നുമല്ല, മറിച്ച് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. ഇതിനെയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യും, അല്ലെ? ചില കാര്യങ്ങൾ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ പ്രാധാന്യം കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആരും നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കട്ടെ, നിങ്ങൾ ആർക്കും ഇടർച്ച വരുത്തരുത്. എന്നിട്ട് പൗലോസിലെ പറയുകയാണ്, നിങ്ങൾ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. ഇതാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത്. കാരണം ദൈവരാജ്യം എന്നാൽ ഇതാണ് എന്ന് പൗലോസിനെ അവർ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊരു ഇന്നത്തെ ഈ ലേഖനഭാഗം, ഈ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫോക്കസ് ഒന്ന് മാറ്റുന്നത് നല്ലതാണ്. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ആത്മീയത്തിൽ മുന്നേറുന്നതിനേക്കാളും നല്ലത് പൗലോസിലേക്ക് പറയുന്ന പോലെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ കൂടുതൽ സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.